ലോകത്തെ കൂട്ടുപിടിച്ച് ലോകത്തെ കീഴടക്കാമെന്ന് ചരിത്രം നമുക്ക് മുമ്പിൽ ഒരു പാഠം വയ്ക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് സ്വർഗത്തിൻ്റെ കൂട്ടുപിടിച്ച് ലോകത്തെ കീഴടക്കാൻ കഴിയും എന്ന പാഠം പഠിപ്പിച്ചവൻ്റെ പിന്നാലെ നടന്നവരാണ് നമ്മളെന്ന് നമുക്കറിയാം. അവൻ ലോകത്തെ മാത്രമല്ല കീഴടക്കിയത്, മരണത്തെ പോലും കീഴടക്കാൻ കഴിഞ്ഞവനാണ്. അങ്ങനെയുള്ള ദർശനത്തെ, അത്തരത്തിലുള്ള വെളിച്ചത്തെ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന കത്തോലിക്ക അധ്യാപകരെ കീഴടക്കാമെന്ന് ആരും കരുതേണ്ട എന്ന് ഈ അവസരത്തിൽ എനിക്ക് ഉറച്ച് പറയാനായിട്ട് കഴിയും. അതേസമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഓർക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്ത് ഒരുപക്ഷെ ബിജു സാർ അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ ആ ഒരു പശ്ചാത്തലം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അധ്യാപകർ നമുക്കറിയാം, ലോകത്തിൽ ഏത് ഗുരുക്കന്മാരും അക്ഷര വെളിച്ചത്തിൻ്റെ ആ വലിയ കരുത്ത് മനസ്സിലാക്കി അക്ഷര ദീപം പകർന്നുകൊണ്ട് ലോകത്തിന് പ്രകാശം നൽകാമെന്ന് മനസ്സിലാക്കിയവരാണ്. അവരുടെ ആശയങ്ങളാണ്, അവരുടെ ചിന്തകളാണ്, അവർ പകർന്നു തന്ന മൂല്യങ്ങളാണ്, ആശയങ്ങളാണ് ലോകത്തിന് എന്നും കരുത്തായിട്ടുള്ളത്. ആ പരമ്പരയിൽപ്പെടുന്ന ആ വലിയ ദൗത്യം നിർവഹിക്കുവാനായിട്ട്, അതിലേറെ പ്രധാനമായിട്ട് നമ്മുടെ ഗുരുവായ ഈശോയുടെ ശുശ്രൂഷയുടെ തുടർച്ച എന്നുള്ള നിലയിൽ ഈ ദൗത്യത്തെ മുന്നിൽ കണ്ട് അത് ഏറ്റെടുത്ത് നടത്തുന്ന അധ്യാപകർ എന്നുള്ള നിലയിൽ, അതിന് ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ള നിലയിൽ, ആധുനിക സമൂഹം എന്നുള്ള നിലയിൽ, ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ അധ്യാപകരെ സംരക്ഷിക്കേണ്ട, അധ്യാപകർക്ക് ആദരവ് നൽകേണ്ട ഈ ഭരണകൂടം, അതിനോട് ചേർന്ന് നിൽക്കുന്നവർ, അതിൻ്റെ ബ്യൂറോക്രസി ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളും അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, അവരെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത് ഒരർത്ഥത്തിലും ഒരു സമൂഹത്തിനും ഭൂഷണമല്ല എന്ന് നമുക്കറിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എത്രയോ പേർ ഇവിടെ നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട്. നമുക്കറിയാം, ഈ പ്രബുദ്ധ കേരളത്തെ ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്ത ഈ അധ്യാപക സമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് ആർക്കും മുമ്പോട്ട് കടന്നു പോകാൻ കഴിയുകയില്ല. ഞങ്ങളുടെ കൂടി പ്രതിഷേധം ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നുവെന്ന്. നോക്കുക, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. നിശ്ചയമായും ഈ പ്രതിഷേധത്തിൻ്റെ സ്വരം, അതിൻ്റെ കനത്ത ആഘാതം ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുവാനായിട്ട് ഈ വേദി, സംസ്ഥാന വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ ഒരു വേദന ആയിരക്കണക്കിനായ അധ്യാപകരെ നേരിൽ കണ്ട് അവരുടെ ബുദ്ധിമുട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക 7-8 വർഷമായിട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ്. ഏത് തരത്തിലാണത് നീതീകരിക്കാൻ കഴിയുക? നമുക്കറിയാം, പഴയ നമ്മളുടെ ഒരു ഏറ്റവും ലളിതമായ ഒരു നീതി എന്ന് പറയുന്നത് പാടത്ത് ജോലി, വരമ്പത്ത് കൂലി എന്നുള്ളതായിരുന്നു. അതേസമയത്ത് അതിൻ്റെ എല്ലാ സീമകളെയും അതിലംഘിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ബോറനായ, നാടിന് ഒട്ടും ചേരാത്ത, നമ്മുടെ സംസ്കാരത്തിന് ഒരു തരം പൈതൃകത്തിനും ഇണങ്ങാത്ത ഈ ക്രൂരമായ ഈ കബളിപ്പിക്കൽ രീതി ഇനി നമുക്ക് അനുവദിച്ചുകൂടാ. അത് നമുക്ക് കിട്ടുന്ന അവസരം ആ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുവാൻ, ആഹ്വാനം ചെയ്യാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗവൺമെൻറ് നൽകുന്ന 2-3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, അവർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. നമുക്കത് അറിയത്തില്ല. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പ്രത്യേകിച്ച് അതിന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു പ്രത്യേകമായിട്ടുള്ള അടുപ്പമോ അകൽച്ചയോ ഒന്നുമില്ല. രണ്ടാമത് അവർ പറയുന്നത് കോടതി അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ AG അതിന് സമ്മതിക്കുന്നില്ലെന്നാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ഒരു വാദം. അതേസമയത്ത് തന്നെ നമുക്കറിയാം, നമുക്കും അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നമുക്കും ഈ പറയുന്ന നീതിയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണഘടന ഉറപ്പ് നൽകുന്ന പല വിധത്തിലുള്ള നിയമത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നവരാണ്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉത്തരവിലൂടെ മാത്രം പരിഹരിക്കപ്പെടാവുന്ന, ലളിതമായി ഏറ്റവും സ്വീകാര്യമായി പരിഹരിക്കേണ്ട ഒരു കാര്യത്തെ അതിസങ്കീർണമാക്കി അതിക്രൂരമായിട്ട് ഈ അധ്യാപക ലോകത്തോട്, വിദ്യാഭ്യാസ ലോകത്തോട്, ഇത് വിദ്യാഭ്യാസത്തിൻ്റെ എന്ന് പറയുമ്പോൾ അധ്യാപകരുടെ മാത്രം പ്രശ്നമല്ല, ഇത് കുട്ടികളുടെ പ്രശ്നമാണ്, ബാലാവകാശ പ്രശ്നമാണ്. അതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം ഇനിയും മനസ്സിലാക്കി, ഇനിയും
കുറച്ച് നാളുകൾ കൂടിയുണ്ട് ഇവർക്ക്. അത് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വാക്ക്, നന്ദിയുടെ ഒരു വാക്ക് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവുകയില്ല. അത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇത്ര ഉജ്ജ്വലമായി, പ്രൗഢമായി, അവിസ്മരണീയമായി കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സംസ്ഥാന സമ്മേളനത്തെ ഇത്രമാത്രം അണിയിച്ചൊരുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു നിര കഴിഞ്ഞ മാസങ്ങളായി അവരുടെ കഠിനാധ്വാനം ഇതിന് പിന്നിലുണ്ട്. അതിന് നേതൃത്വം വഹിച്ച ആൻ്റണി മൂലയിലച്ചനുണ്ട്, ഈശോ സാറുണ്ട്, ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയായ ഷൈനി ടീച്ചർ ഉൾപ്പെടെ, ഇവിടുത്തെ ജിഷ ടീച്ചർ, അങ്ങനെ വലിയ ഒരു, എനിക്കറിയാം ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഏറ്റെടുത്തത് മുതൽ ചങ്ങനാശ്ശേരി അതിരൂപത നേതൃത്വം അഭിവന്ദ്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി വികാരി ജനറൽമാരുടെ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ, ഗിൽഡിൻ്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നൽകിയ വലിയ ആ സംഭാവനകളെ, സഹകരണത്തെ ഏറെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, നമുക്കറിയാം ഈ കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയായിട്ടുള്ള അഭിവന്ദ്യ പിതാക്കന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. തീർച്ചയായും അവരുടെ സ്നേഹ സാന്നിധ്യത്തെ ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക നേതാക്കളുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഒപ്പം വിവിധ രൂപതകളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഭിവന്ദ്യരായ വൈദികർ, സന്യസ്തർ, അധ്യാപക നേതാക്കൾ, അധ്യാപകർ എല്ലാവരെയും, മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിവിധ നിലകളിൽ ഈ സംസ്ഥാന സമ്മേളനം അത്യുജ്വലമായ ഒരു ഓർമ്മയായി നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കുന്ന ഏവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.